ഇന്ന് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് വഖഫ് വഖഫ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ തന്നെ വഖഫ് സമ്പ്രദായം നടപ്പിലുണ്ട്. നാം ഇന്നലകളുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അത് നമുക്ക് കാണാൻ കഴിയും. റോം എന്ന് പറയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. അയാൾക്ക് ഒരു കിണറുണ്ടായിരുന്നു. അതാണ് പിന്നീട് ബിർ റോം എന്നറിയപ്പെടുന്നത്. ഇന്നും മക്കയിൽ അത് നമുക്ക് കാണാൻ കഴിയും. ആ കിണറിലെ വെള്ളം, അതിൻ്റെ ചുറ്റും താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു കുടിക്കാൻ. വെള്ളമില്ലാത്ത കാലത്ത് അതിൽ നിന്ന് വെള്ളം എടുത്തു കുടിക്കും. പക്ഷെ ഇയാൾ അതിലേക്ക് പൈസ വാങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഈ സംഭവം എത്തി. നബി തങ്ങൾ അയാളോട് പോയി ചോദിച്ചു, ഈ കിണർ എനിക്ക് തരാമോ? അപ്പൊ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് ഇതിലാണ്, അതുകൊണ്ട് ഇത് തരാൻ പറ്റൂല, ഇത് എന്റെ ജീവിത മാർഗമാണ് എന്ന് പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അറിഞ്ഞു നബി തങ്ങൾ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോയി ചോദിച്ചു, ഈ കിണർ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, തരാൻ പറ്റൂല, എന്നാൽ ഇതിന്റെ പകുതി തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ 35,000 ദിർഹമിനിക്ക്, അന്നത്തെ 35,000 ദിർഹമിനിക്ക് ആ കിണറിന്റെ പകുതി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വാങ്ങി. എന്നിട്ട് ചുറ്റുഭാഗത്തുള്ളവർക്കൊക്കെ അതിൽ നിന്ന് വെറുതെ വെള്ളം കൊടുത്തു. ആ സമയത്ത് ഇയാളോട് പൈസ കൊടുത്ത് വാങ്ങുന്നത് മുടങ്ങി. അത് കാരണം മുഴുവനായിട്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനിക്ക് വിൽക്കുകയും ചെയ്തു. ആ കിണർ വാങ്ങി ആരാണോ ആൾക്കാർക്ക് ഉപകാരത്തിലേക്ക് വേണ്ടി ഉപയോഗിക്കാൻ നൽകുന്നത്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു തണ്ണീർ തടാകം അല്ലാഹു നൽകുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്ന നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് നബി, എനിക്ക് ആ സ്വർഗ്ഗത്തിലെ തണ്ണീർ തടാകം കിട്ടുമോ? അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ തണ്ണീർ തടാകത്തിന് ബിർ റൂം എന്ന് പറയുന്ന കിണർ വാങ്ങിയിട്ട് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി വഖഫ് ചെയ്തു. എന്റെ വിഷയം അതാണ്, നബി തങ്ങളുടെ കാലത്ത് വഖഫ് ചെയ്ത വിഷയം ഇന്നും അത് നമുക്ക് കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറയുന്നത് കാണണം, നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമ്പത്തുണ്ട്, ഞാൻ അതിലാണ് ജീവിക്കുന്നത്, അതിനെ ഞാൻ അല്ലാഹുവിനിക്ക് വേണ്ടി സദഖ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ചെയ്തോ. അങ്ങനെ അല്ലാഹുവിന്റെ വഴിയിൽ അതിനെ വഖഫ് ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാം. ഇന്നും മക്കയിൽ കാണുന്ന ഏറ്റവും വലിയ, മദീനയിൽ കാണുന്ന തോട്ടമാണ് ബൈറുഹാ തോട്ടം. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. ഇന്ന് കോടിക്കണക്കിന് രൂപ അതിലേക്ക് കിട്ടും. പക്ഷെ ഇന്നും ആ സഹാബികളുടെ പേരൊക്കെ അവിടെ കാണുന്നുണ്ട്. ആ തോട്ടം ഞാൻ അല്ലാഹുവിന്റെ വഴിയിൽ ധനം ചെയ്യുകയാണ് നബി എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അല്ല, നിങ്ങൾ പറയുന്നത് സത്യാണോ? ഇത്രയും വിലപിടിപ്പുള്ള ഒരു വസ്തു നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവ് ചെയ്യുകയാണോ എന്ന് അത്ഭുതപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഭാര്യയോട് അബൂ തൽഹ പോയി പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹ, അതും തോട്ടത്തിൽ ഇങ്ങനെ വിശ്രമിക്കുന്ന, കാറ്റ് കൊള്ളാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഭാര്യയെയും മക്കളെയും വിളിച്ച് അബൂ തൽഹ പറയുന്നുണ്ട്, ഞാൻ ഈ തോട്ടത്തിന് അല്ലാഹുവിന്റെ വഴിയിൽ സദഖ ചെയ്യുകയാണ്, ധനം ചെയ്യുകയാണ്, വഖഫ് ചെയ്യുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു,
അൽഹംദുലില്ലാ, സന്തോഷം. ആരുടെ പേരിലെല്ലാമാണ് ഇത് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? എന്റെയും നിങ്ങളുടെയും മക്കളുടെയൊക്കെ പേരിലാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഈ വഖഫ് സമ്പ്രദായം നിലവിലുണ്ട്. നമ്മുടെ ഈ പള്ളികളും മദ്രസകളും ദീനി സ്ഥാപനങ്ങളൊക്കെ മുൻഗാമികൾ വഖഫ് ചെയ്തതിന്റെ ബാക്കിയാണ്. ഇപ്പോഴും ചില പള്ളികളെ നോക്കിയിട്ട് എന്റെ ഉപ്പയുടെ തറവാട് സ്വത്താണെന്നൊക്കെ ചില ആൾ പറയും. ഒരാൾ വഖഫ് ചെയ്താൽ പിന്നെ അത് അവരിൽ നിന്ന് നീങ്ങി, പിന്നെ അത് തറവാട് സ്വത്താകാനും ഒന്നിലേക്കും കൊള്ളൂല. കാരണം അത് അല്ലാഹുവിൻ്റെതാണ്, പിന്നെ അത് ആരുടേതും പിന്നെ ബാക്കിയാകൂല. അങ്ങനെയുള്ള മുതൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്ക്, വലാ തുഉതു സുഫഹാ അംവാലക്കും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങൾക്ക് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു നൽകിയ സമ്പത്തുകളെ നിങ്ങൾ വിഡ്ഢികളുടെ കയ്യിൽ ഏൽപ്പിക്കരുത്. അനർഹർ കൈകാര്യം ചെയ്യുമ്പോഴാണ് പള്ളിയുടെ സ്വത്തുക്കൾ, മദ്രസയുടെ സ്വത്തുക്കൾ, ഇങ്ങനെ പൊതു സ്വത്തുക്കളൊക്കെ സ്വന്തമായി എടുക്കുന്ന ഒരു കാലം നമുക്ക് സംജാതമാകുന്നത്. അങ്ങനെയുള്ള ഒരു കാലം വരുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അല്ലാഹു റസൂൽ പറഞ്ഞ ഒരു ഹദീസ് നോക്ക്, ഒരാൾ അല്ലാഹുവിന്റെ അധികാരത്തിലുള്ള ഭൂമിയിൽ ഒരാൾ കൈകടത്തിയാൽ വലഹുമുന്നാറു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവർക്ക് നരകമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നാം ചിന്തിച്ചു നോക്ക്, അല്ലാഹു റസൂൽ പറയുന്ന മറ്റൊരു ഹദീസ്, അല്ലാഹുവിന്റെ ഹക്കിലുള്ള ഒരു വസ്തുവിനെ ഒരാൾ പിടിച്ചാൽ അന്ത്യനാളിൽ അവനിൽ നിന്ന് അല്ലാഹു അതിന്റെ തിരിച്ചു വാങ്ങുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. നാം മനുഷ്യന്റെ ഹക്ക് പിടിക്കുന്നത് പോലെ തന്നെ അല്ലാഹുവിന്റെ ഹക്കിനെ പിടിച്ചെടുക്കലും തെറ്റാണ്. അല്ലാഹുവിൻ റസൂൽ പറയുന്ന സ്വഹാബത്തിനോട്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഹക്കല്ലാതെ ഒന്നിനെ പിടിച്ചു തന്നാൽ ഞാൻ ചെയ്യുന്നത് തീർച്ചയായും അനീതിയാണ്. ഞാൻ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് നരകത്തിന്റെ ഒരു അംശമാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒന്ന് അസത്യമായി അല്ലാഹുവിന്റെ വഖഫ് ഭൂമിയെ പിടിച്ചാൽ അവർ നരകത്തിന്റെ ഒരു ഭാഗത്തെയാണ് പിടിക്കുന്നത്, ആഖിറത്തിൽ അത് കൊടുക്കേണ്ടി വരുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ ഒരാൾ ചോദിച്ചു, കുറച്ച് അല്ലാഹുവിന്റെ ഹക്ക് പിടിച്ചെടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, അറാഖിന്റെ ഒരു കഷ്ടമാണെങ്കിലും ശരി അല്ലാഹുവിന്റെ വഖഫിന്റെ ഭൂമിയിൽ നിന്ന് എടുത്താൽ അവർക്ക് നരകമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമകാലിക ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ നാം കാണുന്നത് വഖഫിന്റെ ചർച്ചയാണ്. അത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. അല്ലാഹുവിന്റെ സ്വത്ത് അത് നാം മറ്റൊരാൾക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റൂല. നാം ചിന്തിച്ചു നോക്ക്, നമ്മുടെ പള്ളിയുടെ ഭൂമിയിൽ ആരെങ്കിലും ഒരു സെന്റ് എടുത്തിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ജമാഅത്ത് അതിലേക്ക് അനുവദിക്കുമോ? കാരണം അത് വഖഫ് ചെയ്ത ആളുടെ ഉദ്ദേശത്തിൽ നിന്ന് പിന്നെ മാറും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒന്ന് ഇസ്ലാമിൽ ഇല്ല എന്ന് നാം ഓരോരുത്തരും ഓർക്കാം. അള്ളാഹുവിന്റെ ഭൂമികളെ സംരക്ഷിക്കൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന് ഓരോരോ വിശ്വാസികളും ഓർക്കൽ നല്ലതാണ്. അള്ളാഹുവിന്റെ ഹക്ക് അനുസരിച്ച് ജീവിക്കാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ.